നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചിരുന്നത്, കഴിഞ്ഞ ആഴ്ചകളിൽ സൂചിപ്പിച്ചിരുന്നത്, നിഫ്റ്റി മാത്രമല്ല നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇതിലൊക്കെ സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റിയിലായാലും ഇതൊരു ലോവർ ലെവൽ ഒരു സപ്പോർട്ടാണ്. 19,200, 300 ആ ഒരു ലെവലിൽ നിന്ന് ഒരു കാരണവശാലും ഒരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഒരു സാധ്യതയില്ല. ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് മാത്രമാണ് സാധ്യത എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല 19,465 നമ്മൾ ഇന്ന് റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും 19,465 എത്തുന്നൊരു സമയത്ത് 465, 19,500 റേഞ്ചിനൊക്കെ അടുത്തെത്തുന്നൊരു സമയത്ത് അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബൈയുടെ ഒരു സെന്റിമെന്റിലേക്ക് നിലനിൽക്കരുത്. ലോവർ ലെവലിൽ നിന്നുള്ള ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാനായിട്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇന്നത്തെ മാർക്കറ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്ക് ഇതിന്റെ ഒരു താഴത്തേക്ക് പോയാലും 19,385 ഒരു താഴത്തേക്ക് പോയാലും 385 മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താൽ ഇവിടെ ഒരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിന്നായാലും ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റിക്കായാലും ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിലാണ് നമ്മളൊരു ട്രേഡിംഗ് പ്ലാനുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ നൽകിയിരിക്കുന്നത്. ഈ ഒരു ലെവലിൽ നിന്ന് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിലാണ്. എക്സാക്റ്റ് ആയിട്ട് 19,465 വരെ നിഫ്റ്റി ഒന്ന് ബൗൺസ് ചെയ്തിരുന്നു. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം 19,444 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ട്രെൻഡ് എങ്ങനെ മാനേജ് ചെയ്യാം? ഈ ഒരു ട്രെൻഡ് എന്താണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഈ ഒരു ട്രെൻഡ് നെഗറ്റീവ് സെന്റിമെന്റിലാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. നമുക്കിതൊരു 19,200, 300 റേഞ്ചിന്റെ അടുത്ത് നിന്ന് ബൗൺസ് ചെയ്യും. ആ ഒരു ഇൻട്രാഡേയുടെ ഒരു ബൗൺസാ എന്നാണ് നമ്മളത് സൂചിപ്പിച്ചിരുന്നത്. ഇനി നെക്സ്റ്റ് ഡേയിലായാലും നിഫ്റ്റിയിലായാലും എക്സ്പയറി ആണ്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയിലായാലും എക്സ്പയറി ആണ്. പക്ഷെ എക്സ്പയറിയും കാണുന്നത്, ഇപ്പൊ വരും ദിവസങ്ങളിലായാലും എക്സ്പയറിയും കാണുന്നത് ഒരു പോസിറ്റീവ് എക്സ്പയറി ആയിട്ടാണ് വരും ദിവസത്തെ എക്സ്പയറിക്ക് ഒരു സാധ്യത. അപ്പൊ അതിനുശേഷം അതിനുശേഷമുള്ള ഒരു ദിവസങ്ങളിലായാലും നിഫ്റ്റി വളരെയധികം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഡേയിൽ ചിലപ്പോൾ ഒരു പോസിറ്റീവ് എക്സ്പയറി ചിലപ്പോൾ നിഫ്റ്റി അതായത് 19,400 മുകളിലേക്ക് നിലനിർത്താനായിട്ടൊരു സാധ്യതയുണ്ട്. നെക്സ്റ്റ് അതിനുശേഷം വരുന്ന നെക്സ്റ്റ് ഡേ മുതൽ അലേർട്ട് ആകേണ്ടതാണ്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, റെസിസ്റ്റൻസ് ലെവലിൽ നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന 19,465 ഇതാണ് നമ്മൾ റെസിസ്റ്റൻസ് നമ്മൾ നൽകിയിരുന്നത്. ആ ഒരു റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നാണ് നിഫ്റ്റിയിലായാലും അവസാനത്തെ ഒരു സെക്ഷനിലായാലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റെസിസ്റ്റൻസ് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് 19,465 മുകളിൽ ഓപ്പൺ ചെയ്ത പോസിറ്റീവ് സെന്റിമെന്റിലേക്ക് നിലനിൽക്കാം. ബൈയുടെ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഹയർ ലെവലിലേക്ക്, ഈ ഒരു ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് എത്രത്തോളം മുകളിലോട്ട് പോകും എന്ന് എനിക്ക് പ്രഡിക്ഷൻ നടത്താനായിട്ട് സാധിക്കില്ല. റെസിസ്റ്റൻസ് ഏരിയ ആണ്, സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇൻ കേസ് ഇൻട്രാഡേയിൽ എക്സാക്റ്റ് ആയിട്ട് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ ഹയർ ലെവലിലേക്കായാലും 19,505 റെസിസ്റ്റൻസ് കാണുന്നത്. ഇൻ കേസ് 505 മുകളിലേക്ക് പോയാലും 505 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലിലേക്ക് നിലനിൽക്കുക. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്നൊരു ട്രെൻഡ് ഫോളോ ചെയ്യുക. 5 മിനിറ്റിന് ശേഷം ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിഫ്റ്റിയെ കുറിച്ച് ലോവർ ലെവൽ പറയുകയാണെങ്കിൽ നിഫ്റ്റിക്ക് സ്ട്രോങ് സപ്പോർട്ടുകൾ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സപ്പോർട്ട് മാനേജ് ചെയ്യേണ്ടത്, ഇൻ കേസ് മാർക്കറ്റിന്റെ ഒരു സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അടുത്ത പറയുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് തിരിച്ചു കയറും. അപ്പൊ അതിനാണ് റെസിസ്റ്റൻസ് നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് സേഫ്. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത്, അതായത് 19,420 ഈ ഒരു ലെവലിലാണ് ഞാൻ ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. 420 ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ ബൗൺസ് ചെയ്യാനാണ് സാധ്യത. അല്ലെങ്കിൽ ഇൻ കേസ് ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാള് മാർക്കറ്റിൽ വന്നാലും 390 ഹോൾഡ് ചെയ്തുകൊണ്ട് 420 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ, അല്ലെങ്കിൽ 430 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്.
പക്ഷെ നിഫ്റ്റി ആയാലും 19,390 സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക, ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാള് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. ലോവർ ലെവലിൽ നിലനിർത്തേണ്ട സപ്പോർട്ട് 19,345 ഇൻ കേസ് 345 മുകളിലേക്ക് വന്നാലും 345 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഒരു സെന്റിമെന്റിലാണ് നിഫ്റ്റിയിലായാലും കാണുന്നത്. ഇപ്പൊ വരും ദിവസങ്ങളിലായാലും ലോവർ ലെവൽ സപ്പോർട്ടിന്റെ അടുത്തേക്ക് വരുന്ന ഒരു സമയത്തായാലും നിഫ്റ്റി ഒന്ന് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നെക്സ്റ്റ് ഡേ എക്സ്പയറി ഡേയിൽ മാത്രം ഇതേ രീതിയിൽ ഫോളോ ചെയ്യുക. അത് കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റിൽ മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് മാറാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ മാനേജ് ചെയ്യുക. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. ബാങ്ക് നിഫ്റ്റി എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്തുകൊണ്ട്, അപ്പൊ റൈറ്റ് ഒരു സപ്പോർട്ട് ഏതാണെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ തീരുമാനങ്ങൾ എടുക്കുക. ഇൻ കേസ് തുടക്കത്തിൽ ഒരു വലിയൊരു ഫാള് വന്നെങ്കിലും റെസിസ്റ്റൻസ് ഏരിയ എന്നാണ് 44,155 റെസിസ്റ്റൻസ് ഏരിയ എന്നാണ് ഒരു ഫാള് വന്നെങ്കിലും ബാങ്ക് നിഫ്റ്റി നിലനിന്നത് സപ്പോർട്ടിലാണ്. അപ്പൊ എപ്പോഴും സപ്പോർട്ടിൽ നിലനിൽക്കുമ്പോൾ ഇൻ കേസ് ഷോർട്ട്സിന്റെ പൊസിഷൻ ഉണ്ടെങ്കിൽ ക്വിക്കായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനും 44,065 ഇതിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി. അതിനുശേഷം അടുത്ത റെസിസ്റ്റൻസ് 44,155 ബ്രേക്ക് ചെയ്തു, വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോയി. അതിനുശേഷം 44,200 ബ്രേക്ക് ചെയ്തു, 200 വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്തു. അപ്പൊ ഈ ഒരു ലെവലിലൊക്കെ ഈ ഒരു പറയുന്ന റെസിസ്റ്റൻസുകളൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ ഇവിടെ നിന്നൊക്കെ നല്ലൊരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പൊ ചില റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് പിന്നെ മുകളിലോട്ട് പോയാൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി പിന്നെ റിസ്ക് ആണ്. നമ്മൾ ആ ഒരു റെസിസ്റ്റൻസ് ചില സമയങ്ങളിൽ റെസിസ്റ്റൻസ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയകൾ നൽകാത്തത് ആ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് ചെയ്താൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് വർക്ക് ചെയ്യില്ല. സപ്പോർട്ട് കാരണം ആ ഒരു ട്രെൻഡ് കുറച്ചും കൂടി സ്ട്രോങ് ആയി നിലനിൽക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ കേസ് മാർക്കറ്റ് ഒരു താഴത്തേക്ക് വന്നാലും അതൊരു ഡിപ്പിന്ന് അതിലത് തിരിച്ചു കയറി വോളറ്റൈലോ സൈഡ് വൈസ് ആയിട്ട് നിലനിൽക്കും. അതുകൊണ്ട് എടുക്കുന്ന ഒരു ട്രേഡുകൾക്ക് ഈ പറയുന്ന രീതിയിൽ ഇൻ കേസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ എടുക്കുന്ന ഏറ്റവും ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ ട്രേഡ് എടുക്കുന്ന ആ ഒരു ആക്രോസി ഒന്നും കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ചില ഏരിയകളിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകാത്തത്. ഇപ്പോൾ ഒരു ദിവസത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷനും മാർക്കറ്റിന്റെ ട്രെൻഡൊക്കെ അനുസരിച്ചാണ് നമ്മളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുന്നത്. നമ്മൾ ഈ ഒരു അടുത്തടുത്ത ഏരിയയിലൊക്കെ ഒരു സപ്പോർട്ട് നൽകുന്നത് മാർക്കറ്റ് ഒരു ബൈയിലാണ്, കുറച്ചൊരു പോസിറ്റീവ് സെന്റിമെന്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സപ്പോർട്ടുകൾ അവിടെ വർക്ക് ചെയ്യും. സപ്പോർട്ട് ആ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ബൗൺസ് ചെയ്യാൻ ശ്രമിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളൊരു തൊട്ടടുത്തുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ നൽകുന്നത്. അതിനനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ മാനേജ് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റി ആയാലും ഹയർ ലെവലിലേക്ക് ഇനി ഹയർ ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റിയുടെ റിസ്ക് ഏരിയ ആണ്. പക്ഷെ ബാങ്ക് നിഫ്റ്റി നെക്സ്റ്റ് ഡേയിൽ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ എക്സ്പയറി ആയാലും ബാങ്ക് നിഫ്റ്റി ഒരു പോസിറ്റീവില് നിലനിർത്താനായിട്ട് ശ്രമിക്കും. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി ആയാലും ശ്രദ്ധിക്കേണ്ട കാര്യം ലോവർ ലെവലിൽ നിന്ന് ബൗൺസിനാണ്. ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ രീതിയാണ് ലോവർ ലെവല് സപ്പോർട്ടിലൊക്കെ വരുമ്പോൾ, നല്ലൊരു സപ്പോർട്ടിൽ വരുമ്പോൾ ബൈ എടുക്കുന്നത്. അതാണ് ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതി. ഇപ്പൊ വരും ദിവസത്തെ ഒരു എക്സ്പയറിക്ക് മാത്രമാണ് ഈ രീതി പറയുന്നത്. കാരണം മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് സെന്റിമെന്റ് അനുസരിച്ചാണ് നമുക്ക് ഓരോ പ്ലാനുകൾ നമ്മൾ നൽകുന്നത്. ഇപ്പോ ബാങ്ക് നിഫ്റ്റിയിലും ഇപ്പോൾ വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യുന്ന ഒരു സമയത്തായാലും ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസ് മനസ്സിലാക്കി വെക്കുക 44,600. അപ്പോൾ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ചെയ്യുന്ന ഒരു സമയത്തായാലും ഇതൊരു റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണോ നോക്കുക. റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ മാത്രമാണ് ഒരു ബൈക്ക് കൂടുതൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യതയുണ്ട്. അതിനുശേഷം 44,450 സപ്പോർട്ടും ഹോൾഡ് ചെയ്യുന്നില്ല, പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ടെങ്കിൽ വീണ്ടും പ്രോഫിറ്റ് ബുക്കിംഗ് വരും. അടുത്തൊരു സപ്പോർട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെയാണ്, 44,375 സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, 44,375 ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, 44,100 150 ആ റേഞ്ചിലൊക്കെ എത്തുമ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഇപ്പോൾ എക്സ്പയറി, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി 44,200 എബവ് നിലനിൽക്കുന്ന രീതിയിലാണ് എക്സ്പയറി കാണുന്നത്. അതുകൊണ്ട് തന്നെ
ഇതിൽ വരുന്നൊരു ബൈക്കാണ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതൽ സാധ്യത വരുന്നത്. പക്ഷെ ഈ ഒരു ലെവലിൽ നിന്നായാലും ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ചിലപ്പോൾ ഒരു വന്നേക്കാം. പക്ഷെ അവസാനത്തെ ഒരു സെക്ഷനിലായാലും ഇതിന്റെ ഒരു മുകളിലേക്ക് ചിലപ്പോൾ നിലനിർത്തിയേക്കാം. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്, വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ആദ്യത്തെ ഒരു 5 മിനിറ്റിന് ശേഷം ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അടുത്ത റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ തിരിച്ചതിന്റെ താഴത്തേക്ക് വരുമ്പോൾ ഷോർട്ട് സെല്ലിലേക്ക് നിലനിൽക്കുക. ലോവർ ലെവൽ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് മനസ്സിലാക്കി വെക്കുക. 44,100 150 ലോവർ ലെവലിലെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ് വരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയിലും സെന്റിമെന്റിലും ഏകദേശം ഒരേപോലെ തന്നെയാണ് ഈ ഒരു ബൗൺസ്. ഇപ്പൊ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു ബൗൺസ് നമ്മൾ ഓൾറെഡി പ്രിഡിക്ഷൻ നടത്തി തന്നെയാണ്. ലോവർ ലെവലിൽ നിന്നുള്ള ഒരു ബൗൺസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ബൗൺസ് തന്നെയാണ്. പക്ഷെ ഇതൊരു എക്സാക്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലിന്റെ അടുത്തേക്ക് എത്തി. ഇനി ബൈ ചെയ്യുന്നത് കുറച്ചൊരു റിസ്കിയാണ്. പക്ഷെ ലോവർ ലെവൽ സപ്പോർട്ടിൽ വരും ദിവസത്തെ മാർക്കറ്റിൽ മാത്രം ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. അതിനുശേഷം വെയിറ്റ് ആൻഡ് സി. മാർക്കറ്റ് വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വിനീറിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.